ഹ്യൂസ്റ്റൺ വോയിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കണ്ടുമുട്ടിയിരിക്കുന്നത് നമ്മുടെ ഹ്യൂസ്റ്റണിലെ ഏറ്റവും പഴമയേറിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹം കഴിഞ്ഞ 40 വർഷത്തിന് മേളിലായിട്ട് ഹ്യൂസ്റ്റൺ പ്രദേശത്ത് സ്ഥിരതാമസമാക്കിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ കോടുകുളഞ്ഞി എന്ന സ്ഥലത്തു നിന്നുള്ളതാണ്. അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. പ്ലീസ് വെൽക്കം ജോസി എബ്രഹാം. ഹലോ, മൈ നെയിം ഈസ് ജോസി എബ്രഹാം. ഞാൻ കോടുകുളഞ്ഞി എന്ന വില്ലേജിൽ ജനിച്ച ആളാണ്. എൻ്റെ ജന്മദിനം ഫെബ്രുവരി 1, 1943. ഞാൻ 80 വയസ്സ് പൂർത്തിയായ ആളാണ്. 1979 മുതൽ ഹ്യൂസ്റ്റൺ പ്രദേശത്ത് മിസൂറി സിറ്റി എന്നിട്ടുള്ള ടൗണിൽ താമസിക്കുന്ന ആളാണ്. എൻ്റെ ജീവിത ചരിത്രം ഒരു ചെറിയ സമ്മറി ഞാൻ ഈ സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഹലോ, ഓക്കെ, എൻ്റെ പേര് ജോസി എബ്രഹാം. ഞാൻ ജനിച്ചത് കോടുകുളഞ്ഞി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. എൻ്റെ ഗ്രാമം പത്തനംതിട്ട ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് ഈ കോടുകുളഞ്ഞി ഗ്രാമം. അവിടെ ചെറുകര എന്ന് പറയുന്ന കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ പിതാവ് റവറൻ C.T. എബ്രഹാം ഒരു അധ്യാപകനാണ്. അതിനോടുകൂടി അധ്യാപകനും ഒരു അച്ഛനും കൂടാണ്, വൈദികൻ, CSI സഭയിലെ ഒരു ഓർഡൈൻ പ്രീസ്റ്റും. എൻ്റെ മാതാവ് ഏലിയാമ്മ ഹൗസ് വൈഫ്. ഞങ്ങൾ 10 പിള്ളേരാണ്, 10 സിബിലിങ്സ്. അതിൽ 7 പേര് ആൺപിള്ളേരും 3 പെൺപിള്ളേരും. ഞാൻ 6ാമനാണ്. എൻ്റെ മൂത്ത സഹോദരൻ തോമസ് C. എബ്രഹാം. അദ്ദേഹം എൻ്റെ പിതാവിനെ പോലെ തന്നെ ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹവും CMS കോളേജ് ഹൈസ്കൂൾ കോട്ടയത്ത് ഹെഡ് മാസ്റ്ററായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. എൻ്റെ 2ാമത്തെ സഹോദരൻ ആണ് ചെറിയാൻ C. എബ്രഹാം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പേര്. ഞങ്ങൾ അച്ചുച്ച എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അദ്ദേഹം വളരെ കാലം ഭോപ്പാൽ ഹെവി ഇലക്ട്രിക്സ് എന്നാണ് അന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ പേരൊക്കെ മാറ്റി അവിടെ അക്കൗണ്ടൻസ് ആയിട്ട് വളരെ കാലം ജോലി ചെയ്തിട്ട് റിട്ടയർ ചെയ്ത ഒരാളാണ്. അവിടെ മലയാളി അസോസിയേഷനും പള്ളിയിലും ഒക്കെ അദ്ദേഹം വളരെ. പിന്നെ 2ാമത്തെ ആൾ ഒരു വൈദികനാണ് ആയിരുന്നു. അദ്ദേഹവും മരിച്ചുപോയി. കുരുവിള C. എബ്രഹാം, KC എബ്രഹാം എന്നാണ് പറയുന്നത്. CSI സഭയിലെ ഒരു ഓർഡൈൻ അച്ഛനായിരുന്നു. വളരെ പലർക്കും അറിയാവുന്ന ഒരു അച്ഛനാണ്. അച്ഛൻ ബാംഗ്ലൂരിലായിരുന്നു അച്ഛൻ്റെ പ്രവർത്തനം. പിന്നെ ഉള്ള 4ാമത്തെ ആളാണ് CA എബ്രഹാം എന്ന് പറയും. അദ്ദേഹം ഫാർമസ്യൂട്ടിക്കൽസ് ലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം ഇപ്പോഴും തിരുവനന്തപുരത്ത് ഫാമിലിയായിട്ട് ജീവിക്കുന്നു. പിന്നെ 5ാമത്തെ ആളുടെ പേര് റോയ് N. എബ്രഹാം. അദ്ദേഹം ഇപ്പോഴില്ല. അദ്ദേഹം കോട്ടയത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വാസം. പിന്നെ 6ാമനാണ് ഞാൻ. എൻ്റെ താഴെയുള്ള ആളാണ് 3 പേര് ഗേൾസാണ്. അതിൽ ആദ്യത്തെ ആളാണ് മാഗിയൊക്കെ വിവാഹം കഴിച്ചിരിക്കുന്നത് ആണ് പുന്നക്കാട് മലയിൽ കുടുംബം. അതിനുള്ള സണ്ണി
KK കോശി. അവർ വളരെ കാലം കുവൈറ്റിലായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം തിരുവനന്തപുരത്ത് സെറ്റിൽ ചെയ്തിരിക്കുന്നു. പിന്നുള്ള ആളിൻ്റെ പേരാണ് ബെറ്റി എലിസബത്ത്. അവളെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു വൈദികനാണ്, തോമസ് ജോൺ അച്ഛൻ. അച്ഛൻ ആലുവ UC കോളേജിലെ ഒരു പ്രൊഫസറാണ്. അച്ഛനും റിട്ടയർ ചെയ്ത് അവർ രണ്ടുപേരും ആലുവയിലാണ് ഇരിക്കുന്നത്. പിന്നുള്ള ആളുടെ പേര് ഞങ്ങൾ വിളിക്കുന്ന കൊച്ചുമോളെന്ന്, അവളുടെ അന്നമ്മ എന്നാണ് അവളുടെ ഒഫീഷ്യൽ പേര്. അവളുടെ ഭർത്താവും അവർ എസ്റ്റേറ്റുകാരാണ്, പൂപ്പാറ എസ്റ്റേറ്റ്സിലാണ്. അവളുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. അവളും ഇപ്പോൾ ആലുവയിൽ അവളും അവളുടെ ഇളയ മകനും കൂടെ ഒന്നിച്ച് താമസിക്കുന്നു. ഒരു 2 പിള്ളേരാണ്. മൂത്തവൻ ആലുവയിൽ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളതാണ് ഏറ്റവും ഇളയവനാണ് കൊച്ചുമോൻ എന്ന് പറയും. അവന് മാത്യു എബ്രഹാം. അവൻ ഒരു സയൻറ്റിസ്റ്റാണ്. അവൻ ഡോക്ടറേറ്റൊക്കെ എടുത്ത് ഈ എനർജി ഇപ്പോഴും വളരെ ഇതായിട്ട് കൺസൾട്ടൻ്റായിട്ടുമൊക്കെ വർക്ക് ചെയ്യുന്നു. അവൻ ചെന്നൈയിലാണ് അവൻ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. കോടുകുളഞ്ഞിയെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് വളരെ ചുരുക്കമായിട്ടുള്ള ഓർമ്മയേ ഉള്ളൂ. ഞാൻ എൻ്റെ ഗ്രാൻഡ് മദറിനെ മാത്രമേ എനിക്ക് ഓർമ്മയിലുള്ളൂ. വല്യമ്മച്ചി ഒരു പണ്ടത്തെ ഒരു ടീച്ചറായിരുന്നു. ആച്ചിയമ്മ ടീച്ചർ എന്നാണ് അവിടെയൊക്കെ അറിയപ്പെടുന്നത്. സമ്മർ വെക്കേഷൻ കാലത്ത് അവിടെ അമ്മച്ചിയുടെ കൂടെ വല്യമ്മച്ചിയുടെ കൂടെ പോയി താമസിക്കുന്നതും കൂടെ പള്ളിയിൽ പോകുന്നതും ഒക്കെ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എൻ്റെ അമ്മയുടെ വീട് വെൺമണി എന്നുള്ള, അത് കൊടുകളഞ്ഞി പോലെ ഒരു 1-1.5 കിലോമീറ്റർ മാറിയാണ് വെൺമണി എന്നുള്ള ഒരു സ്ഥലം. മാർത്തോമാക്കാരുടെ ഒരു വലിയൊരു പള്ളിയൊക്കെ അവിടെ ഉണ്ട്. അവിടെ വല്ലപ്പോഴും ഇങ്ങനെ പോകും. വല്യപ്പച്ചൻ മാത്രം, അദ്ദേഹം ഒരു കൃഷിക്കാരനായിരുന്നു. MO ചെറിയാൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. എൻ്റെ അമ്മച്ചി അവിടുത്തെ അവർക്ക് 6 വല്യപ്പച്ചൻ 6 പെൺപിള്ളേരായിരുന്നു. അവിടുത്തെ 2ാമത്തെ ആളായിരുന്നു എൻ്റെ അമ്മ. പിന്നെ അവിടെയും അങ്ങനെ വല്ലപ്പോഴും പോയി താമസിക്കുമായിരുന്നു. ഇതിൻ്റെ കാരണം എൻ്റെ ബാല്യകാലം എല്ലാം ഞാൻ കോട്ടയത്തായിരുന്നു സ്പെൻഡ് ചെയ്തിരുന്നത്. അതായത് എൻ്റെ ഫാദർ, എൻ്റെ അച്ചായൻ ഞാൻ പറഞ്ഞ പോലെ ഒരു ടീച്ചർ ആയിരുന്നല്ലോ. പക്ഷേ അച്ചായൻ്റെ ജോലി മുഴുവനും കോട്ടയത്തായിരുന്നു. കോട്ടയം CMS സ്കൂളും ട്രെയിനിങ് സ്കൂള് അങ്ങനെ പല പല സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുകയും അതിൻ്റെ ഹെഡ് മാസ്റ്ററായിട്ടും ഒക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് CNI പ്രൈമറി സ്കൂളിലായിരുന്നു ഞാൻ എൻ്റെ ആദ്യത്തെ കോട്ടയത്തെ വിദ്യാഭ്യാസം തുടങ്ങിയത്. വളരെ CSI സഭയുടെ ഒരു കേന്ദ്രസ്ഥാനമാണല്ലോ കോട്ടയം. അതിനെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ് CMS പ്രസ് എന്ന് പറയുന്നത്. ആദ്യത്തെ ബൈബിൾ പ്രിൻ്റ് ചെയ്ത സ്ഥലവും അങ്ങനെ വളരെ ഫേമസായിട്ട്, ഇന്നും വളരെ ഫേമസായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണല്ലോ CMS പ്രസ്. അതിൻ്റെ വളരെ അടുത്ത് ഉള്ളതാണല്ലോ CMS കോളേജ് ഹൈസ്കൂള്. അതിൻ്റെ എൻട്രൻസിൻ്റെ സൈഡിലുള്ള ഒരു വീട്ടിലാണ് ഞങ്ങൾ ആദ്യമേ താമസിക്കാൻ തുടങ്ങിയത്. എനിക്കിപ്പോഴും അറിയാം, ആ ഗേറ്റിൻ്റെ അടുത്തുള്ള വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട്
കോട്ടയത്തെ ആ കത്തീഡ്രലും പള്ളിയുടെ സ്ഥാപനങ്ങളുമായിട്ട് വളരെ അടുത്ത് പരിചയപ്പെടാനും പോയി വരുവാനും സാധിച്ചിട്ടുണ്ട്. മിഡിൽ സ്കൂളും ഹൈസ്കൂളും എല്ലാം ഇങ്ങനെ കോട്ടയത്ത് തന്നെ സ്പെൻഡ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. ഹൈസ്കൂളിൽ അന്ന് എനിക്ക് എൻ്റെ വളരെ ഫേവററ്റായിട്ടുള്ള ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ടായിരുന്നു. മിസ്റ്റർ പി സാമുവൽ സാറെന്ന് പറയും. അദ്ദേഹം ഞാൻ ഓർക്കുമ്പോൾ എല്ലാം നല്ല വെളുത്ത പാൻറ്റും നല്ല ഷർട്ടും ഒക്കെ ഇട്ട് വളരെ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു ടീച്ചർ, ഒരു ഹെഡ് മാസ്റ്ററായിരുന്നു. കണ്ടാൽ വളരെ ബഹുമാനം തോന്നും. അതുപോലെ സ്റ്റുഡൻസിനെ വളരെ കാര്യമായിട്ട് ഡീൽ ചെയ്യുകയും അവർക്ക് വേണ്ടുന്ന എൻകറേജ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ടീച്ചറായിരുന്നു. അന്നത്തെ കാലത്ത് ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഹൈസ്കൂളിൽ ഫോം ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ചെറിയ തുക ഒരു സ്കോളർഷിപ്പ് പോലെ ഇങ്ങനെ തന്ന് എനിക്കും ആ ഒരു വളരെ ചുരുക്കമായുള്ളൊരു എൻകറേജ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി ഇതിന് തന്ന് സഹായിച്ചിട്ടുമുണ്ട്. അതിപ്പോഴും ഞാനത് ആ കാര്യങ്ങൾ ഓർക്കുന്നു. അതുപോലെ തന്നെ വളരെ ഡിസിപ്ലിനറിയനായ ഒരാളാണ്. അവിടുത്തെ ഇതിൽ നിന്ന് പലതും എനിക്ക് പഠിക്കാനും സാധിച്ചിട്ടുണ്ട്. ഞാൻ ഒരു സംഭവം വളരെ പറയാം. എന്നും രാവിലെ ചാപ്പൽ സർവീസുണ്ട്. അതിന് അങ്ങോട്ട് സ്റ്റുഡൻസിനെ എൻകറേജ് ചെയ്യും പോയി അറ്റൻഡ് ചെയ്യാനായിട്ട്. അന്ന് കമ്പൽസറി ഒന്നുമല്ല, നിങ്ങൾക്ക് വേണേൽ പോയി അറ്റൻഡ് ചെയ്യാം ഒക്കെയാണ്. അവിടെ ചാപ്പൽ സർവീസ് പോകുമ്പോൾ അവിടെ ഒരു വർഷിപ്പ് ബുക്കുണ്ട്, ഒരു ഇംഗ്ലീഷ് വർഷിപ്പ് ബുക്ക് ഉണ്ട്. പിന്നെ ആ ബുക്കിൻ്റെ ലാസ്റ്റ് പേജ് നമ്മുടെ ലോർഡ്സ് പ്രേയർ ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് അവർ ഫാദർ ഇങ്ങനെ ആ ഒരു ഇത് പ്രിൻ്റ് ചെയ്യുക ഒരു കട്ടുള്ള ഇതുണ്ട്, ഒരു പേജുണ്ട്. ഉടനെ അന്ന് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് തോന്നുന്നു 8th ഗ്രേഡിലാണെന്ന് തോന്നുന്നു. എൻ്റെ സഹോദരനായിരുന്നു അന്നത്തെ എൻ്റെ ടീച്ചർ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മൂത്ത സഹോദരൻ തോമസ് എബ്രഹാം ആയിരുന്നു എൻ്റെ ടീച്ചർ. പിന്നെ ഒരു അസൈൻമെൻ്റ് ആയിരുന്നു എല്ലാവരും ലോർഡ്സ് പ്രേയർ കാണാതെ പഠിക്കണം എന്നുള്ള ഒരിത്. ഉടനെ എല്ലാവർക്കും എങ്ങനെയാടാ ഇതൊന്ന് പഠിക്കുന്നത്, ഒരു പ്രിൻ്റ് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. അന്നത്തെ ഒരു കുസൃതി മെൻറ്റാലിറ്റി എല്ലാവർക്കും ഉണ്ടല്ലോ. ഞങ്ങളെല്ലാവരും കൂടെ ഒരു പ്ലാൻ ചെയ്തു. നമുക്ക് ആ ബുക്കിൻ്റെ അവസാനത്തെ ആ പേജ് ഒന്ന് പറിച്ചെടുത്തുകൊണ്ട് വന്ന് ഇത് ചെയ്യാമല്ലോ. അത് വെച്ചൊരു 4-5 ഞങ്ങളൊരു കൂട്ടുകാരെല്ലാവരും കൂടെ കൂടി അതെടുത്തു ഇത് കാണാതെ പഠിക്കാൻ വേണ്ടി. എങ്ങനെയോ എൻ്റെ ബ്രദറിൻ്റെ ചെവിയിൽ അത് പെട്ടു. ഇങ്ങനൊരു സംഭവം നടന്നു. അദ്ദേഹം ഒരു ദിവസം ക്ലാസ്സിൽ രാവിലെ വന്ന് ചോദിച്ചു, ആരാടാ എഴുന്നേറ്റ് നിൽക്കേ, ആരൊക്കെയാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് അങ്ങ് വിറയ്ക്കാൻ തുടങ്ങി. പതിയെ എഴുന്നേറ്റ് നിന്നു.
പുള്ളി വളരെ കോപത്തോടെ സ്വന്തം സഹോദരനല്ലേ ഇത് ചെയ്തതെന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് എൻ്റെ അടുത്ത് വന്ന് തലക്കിട്ട് ഒരടി. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാമല്ലോ എന്തുമാത്രം സങ്കടത്തോടെ ഞാൻ എല്ലാവരുടെയും മുമ്പിൽ ഇന്നും അത് പറയുമ്പോൾ എനിക്ക് വളരെ ഒരു ഇത് തോന്നുന്നതാണ്. അങ്ങനെ ജീവിതത്തിൽ വളരെ ഫ്യൂച്ചറിലേക്ക് ഉപയോഗിക്കത്തക്കവണ്ണം പല പാഠങ്ങൾ പഠിക്കാനുള്ള ഒരു സ്റ്റേജായിട്ട് ഞാൻ അങ്ങനെ പ്രയോജനപ്പെട്ടു. ഒരു സംശയവുമില്ല. പിന്നെ അങ്ങനെ എൻ്റെ ഹൈസ്കൂൾ ജീവിതം കൂടുതലും സ്പോർട്സിൻ്റെ കാര്യത്തിലായിരുന്നു അന്ന് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. ഉണ്ടല്ലോ ഞങ്ങൾ തൊട്ടടുത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഫീൽഡും എല്ലാം ഉണ്ടായിരുന്നു. ആക്സസ് എന്നും സ്കൂൾ കഴിഞ്ഞ് വന്നു, കാപ്പ് കുടിച്ചു, ഓട്ടനെ ഓടി ഉണ്ടല്ലോ സ്പോർട്സ് കളിക്കാനും ഒക്കെ പോയി. അങ്ങനെ ഉള്ള ഒരു ഇതിലായിരുന്നു. വളരെ എൻ്റെ പേരൻസും എൻ്റെ ബ്രദർ ഫിസിക്കൽ ഇതിൻ്റെ കാര്യത്തിൽ വളരെ എൻകറേജ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒക്കെ അങ്ങനെ പോയി. പിന്നെ കോളേജ് CMS കോളേജിൽ തന്നെ ആയിരുന്നു വീണ്ടും വരുന്നത്. അതുകൊണ്ട് കോടുകുളഞ്ഞിയുമായിട്ട് അങ്ങനെ വലിയ ഒരു ബന്ധം ഇല്ലായിരുന്നു. എന്നാലും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അവധിക്കൊക്കെ മിഡ് സമ്മർ വെക്കേഷൻ വരുമ്പോൾ അവിടെ പോകുമായിരുന്നു. അതുകൊണ്ട് ഒരു കണക്കിൽ ഇവിടെ ഇപ്പോൾ കൊടുകുളഞ്ഞിക്കാർ വളരെ കൂടുതൽ ആൾക്കാരുണ്ട്. അവർ പല വീട്ടുകാർ പറയുമ്പോഴത്തേക്ക് എനിക്കതുമായിട്ടൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ വിഷമമുണ്ട്. അങ്ങനെ അതാണ്. പിന്നെ കോളേജിലെ വിദ്യാഭ്യാസവും വളരെ ഞാൻ BCom-നായിരുന്നു അന്ന് ചേർന്ന്. ആദ്യത്തെ BCom അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളായിരുന്നു. ആ ഒരു ബാച്ചിലായിരുന്നു ഞാൻ BCom. അതും മുമ്പോട്ട് പോകുന്നു. വളരെ ഇതാണ്. എനിക്ക് പറയത്തക്കവണ്ണം ഇൻസിഡൻറ്റ് ഉള്ളത് ഇതായിരുന്നു. ആ സമയത്തായിരുന്നു നമ്മുടെ ഹിന്ദി ലാംഗ്വേജിന് എതിരായിട്ടുള്ള ഒരു സമരം നടക്കുന്നത്. കേരളത്തിന് എല്ലാവർക്കും ഹിന്ദി വേണ്ട എന്നുള്ള അങ്ങനെ സ്റ്റുഡൻസിൻ്റെ വലിയൊരു സമരം. ആ ഒരു സമരത്തിൽ പങ്കെടുക്കാൻ ഞാനും മുമ്പോട്ട് വന്ന് എനിക്ക് ഒരു ഇൻസിഡൻറ്റ് ഞാൻ ഓർക്കുന്നുണ്ട്. CMS കോളേജിൻ്റെ മുമ്പിൽ സത്യാഗ്രഹം ഇരുന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ലാതെ എനിക്ക് CMS കോളേജിലെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിനും BCom പാസ്സാകാനും പിന്നെ മുമ്പോട്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഫാമിലിയുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, എൻ്റെ സിസ്റ്റർ മാഗിയും ആ സമയം തന്നെ ഗ്രാജുവേറ്റ് ചെയ്തു. അവൾക്കും മുമ്പോട്ട് പഠിക്കണം, MSc-ക്ക് പോകണം. ആഗ്ര കോളേജിൽ ഒരു അഡ്മിഷൻ കിട്ടി, അവൾക്കും പോകണം. അതുകൊണ്ട് എന്നോട് പേരൻസ് പറഞ്ഞു, അവളെ വിടട്ടെ, നീ ഒരു തൽക്കാലം ഒരു ജോലി എങ്ങാനും ചെയ്യേ. അങ്ങനെ എനിക്ക് കേരള ഗവൺമെൻറ് കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ജോലി കിട്ടി. എൻ്റെ ആദ്യത്തെ പോസ്റ്റ് കാസർഗോട്ടിലായിരുന്നു. കാസർഗോഡ് അങ്ങ് വടക്ക്. അന്നത്തെ കാലത്ത് ഒരു സ്ട്രെയിഞ്ചായിട്ട് എനിക്ക് തോന്നി. പക്ഷേ പോയി ജോലി ചെയ്യുക എന്നുള്ളതായിരുന്നല്ലോ അന്നത്തെ ഒരു ഇത്. അതുകൊണ്ട് ഞാൻ ചെറുപ്പമായിരുന്നു. അതുകൊണ്ട് ആ കോളേജിൽ എൻ്റെ കൂടെ പഠിച്ച വേറെ 2 പേർക്കും കൂടെ അവിടെ ജോലി പോസ്റ്റിംഗ് കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ 3 പേരും കൂടെ ഒന്നിച്ച് പോയി. അതുകൊണ്ട് അതൊരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്
ആണ് എനിക്ക് ഭോപ്പാൽ എൻ്റെ ബ്രദർ, രണ്ടാമത്തെ ബ്രദർ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഇവിടെ വന്ന് ഭോപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ എംകോമിനെ ഒന്ന് പഠിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഭോപ്പാലിൽ അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ച് എംകോമിനെ അവിടെ പഠിക്കാൻ നിശ്ചയിച്ചു. എനിക്ക് ഹിന്ദി ഒരു പിടിയുമില്ല, എനിക്ക് പറയാൻ യാതൊരു ഇതുമില്ല. Most of the professors, they talk in Hindi and some of them explain in English. അങ്ങനെ വളരെ ചുരുക്കമാണ് ഇംഗ്ലീഷിൽ. എന്നാലും ഞാൻ മാനേജ് ചെയ്തു. കുറേ നാളായപ്പോഴത്തേക്ക് എന്തോ അവർ പറയുന്നതും പിന്നെ ചില പ്രൊഫസേഴ്സ് ഇംഗ്ലീഷിലും ഇത് ചെയ്തു. അങ്ങനെ ഏറ്റവും കൂടുതൽ വിഷമമായി എനിക്ക് തോന്നിയത് അവിടുത്തെ തണുപ്പത്ത്, അതും സൈക്കിളിലാണ് പോകുന്നത്. എൻ്റെ സഹോദരൻ താമസിക്കുന്ന അവിടുത്തെ ഞാൻ മറന്നുപോയി ഇപ്പോൾ, ഗോവിന്ദപുരയിൽ നിന്ന് അവിടെ യൂണിവേഴ്സിറ്റി വരെ നല്ലൊരു ദൂരമാണ്. സൈക്കിളിൽ പോകണം, എന്നും സൈക്കിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. അതിന് ജാക്കറ്റൊക്കെ ഇട്ട് അന്നത്തെ സ്വെറ്ററും ഒക്കെ ഇട്ട് പോകണം. അങ്ങനെ ആ സമയത്ത് അദ്ദേഹം അവിടുത്തെ പള്ളിയുടെ കാര്യത്തിൽ വളരെ ഇൻവോൾവാണ്. അതുകൊണ്ട് ഞാനും അങ്ങനെ റെഗുലറായിട്ട് അവരുടെ കൂടെ മോട്ടോർ സൈക്കിളിൻ്റെ കൂടെ ഇരുന്ന്, അദ്ദേഹത്തിന് വലിയൊരു മോട്ടോർ സൈക്കിളുണ്ടായിരുന്നു, അതിലിരുന്നുകൊണ്ട് ഞങ്ങൾ 3 പേരും, അദ്ദേഹവും കൊച്ചമ്മയും ഞാനും എല്ലാം കൂടി ഇരുന്ന് പോകുന്ന കാര്യം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ചാണ് നമ്മുടെ ഇന്നും ഇവിടെ ഉള്ള പലരെയും, ഭോപ്പാലിൽ നിന്ന് വന്ന പലരെയും അന്ന് പരിചയപ്പെടുകയും ഇന്നും ആ പരിചയം സ്നേഹബന്ധം പുലർത്തുന്നുണ്ട്. അങ്ങനെയാണ് ഭോപ്പാലിലെ ജീവിതം. വളരെ സന്തോഷകരമായ ഒരു ജീവിതമായിരുന്നു. ഇങ്ങനെ ഇവിടുത്തെ പോലെ തന്നെ പാട്ട് പാടാനും ക്രിസ്മസിന് ഒന്നിച്ചു കൂടാനും എല്ലാ വീടുകളും വിസിറ്റ് ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. നല്ലൊരു ട്രെയിനിങ് ആയിരുന്നു. വിദേശത്ത് വരുന്നത് പോലെ തന്നെയുള്ള എവേ ഫ്രം ഹോം, കേരളത്തിൽ നിന്ന് എവേ, അങ്ങനെ ഭോപ്പാലിൽ അവിടുന്ന് പിന്നെ അമേരിക്ക മൈ ജേർണി ടു USA ആയിരുന്നു. ഓക്കെ, എൻ്റെ മൈ US ജേർണി, എൻ്റെ അമേരിക്കൻ ജേർണിയെ പറ്റിയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. എംകോം ഭോപ്പാലിൽ നിന്ന് പാസ്സായ ശേഷം ഞാൻ നാട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് അമേരിക്കയിൽ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന എൻ്റെ 3ാമത്തെ സഹോദരൻ ഒരു അച്ഛനാണെന്ന് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തല്ലോ. കുരുവിള KC എബ്രഹാം അച്ഛൻ എന്ന് അറിയപ്പെടുന്നു. അച്ഛൻ PhD ചെയ്യുകയായിരുന്നു. ഉടനെ അച്ഛൻ സജസ്റ്റ് ചെയ്തു, ഞാനിവിടെ നിനക്ക് MBAക്ക് ഒരു അഡ്മിഷൻ വാങ്ങിച്ചു തരാം, അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം വാങ്ങിച്ചു തരാം. പക്ഷേ ഒരു കണ്ടീഷൻ ഉള്ളത്, ഫിനാൻഷ്യലായിട്ടുള്ള യാതൊരു ഹെൽപ്പുമില്ല. ഇവിടെ വന്ന് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് അതിനുള്ള എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു കണ്ടീഷൻ. ആ സമയത്ത് ഞാൻ
ടെമ്പററി ആയിട്ട് എങ്ങും കയറാനൊന്നുള്ള സാധ്യതയൊന്നും എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് കോട്ടയത്ത് K99 ട്യൂട്ടോറിയൽ കോളേജിലെ പഠിപ്പിക്കുകയായിരുന്നു ആ സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കൊമേഴ്സ് ആണല്ലോ എൻ്റെ സബ്ജക്റ്റ്, എക്കണോമിക്സ് അത് അവിടെ പഠിപ്പിക്കുകയായിരുന്നു, ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിക്കുന്നു. ആ സമയത്താണ് ഈ ഒരു സജഷൻ വന്നത്, എന്നാൽ അത് ഒന്ന് മുമ്പോട്ട് പോകാം, എന്നാൽ അതിന് ഉള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുക. അങ്ങനെ ന്യൂജേഴ്സി ടീനക്ക് എന്നുള്ള ടൗണിൽ നിന്ന് ഫെയർലി ഡിക്കിൻസൺ യൂണിവേഴ്സിറ്റി, അവിടുന്ന് എനിക്ക് ഒരു അഡ്മിഷനുള്ള പേപ്പേഴ്സ് എല്ലാം അയച്ചു തന്നു. അങ്ങനെ അതിനുള്ള വിസയ്ക്കുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ഒരു കോട്ടയത്തുള്ള ഒരു ട്രാവൽ ഏജൻസ് മുഖാന്തരം എല്ലാം വരുത്തി അതെല്ലാം ഫില്ല് ചെയ്ത് അയച്ചു കൊടുത്ത്, ഉടനെ അതിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ആദ്യം ടോഫൽ എക്സാമിനേഷൻ എന്നുള്ള ഒരു എക്സാമിനേഷനുണ്ട്, ഇംഗ്ലീഷ് പ്രൊഫഷൻസി എന്നുള്ള എക്സാമിനേഷൻ. അത് എഴുതി, അത് ബേർലി പാസ്സായെന്ന് പറയാം. അതിൻ്റെ റിസൾട്ട് അത് കഴിഞ്ഞിട്ട് ഉള്ള ഹാർഡ് പാർട്ട് ഇൻ്റർവ്യൂവിന് വിളിച്ചു കോൺസുലേറ്റിൽ. ഇൻ്റർവ്യൂവിന് ചെന്ന് അവിടെ ചെന്ന് ഇൻ്റർവ്യൂ ചെയ്തപ്പോഴാണ് സംഗതി ഞാൻ പറയുന്നതൊന്നും കോൺസുലേറ്റ് ഓഫീസർക്ക് മനസ്സിലാകുന്നില്ല, ഓഫീസർ പറയുന്നതൊന്നും എനിക്കും മനസ്സിലാകുന്നില്ല. അങ്ങോട്ട് എന്നോടൊന്ന് ആരോ പറഞ്ഞു, നിനക്ക് മനസ്സിലായില്ലെങ്കിൽ പാടൻ മീ എന്ന് പറയും. അങ്ങനെ 3 വട്ടം പറഞ്ഞപ്പോഴത്തേക്ക് അയക്ക് പിടി കിട്ടി. ഇവൻ USA വിട്ടാൽ ഒരു സംഗതി നടക്കുകയില്ല. അങ്ങനെ വിസ ആദ്യത്തെ പോക്കിൽ റിജക്റ്റ് ചെയ്തു. ഡിസപ്പോയിൻറ്റഡായിട്ട് നാട്ടിൽ വന്നു. എൻ്റെ പേരൻസിനും എല്ലാവർക്കും വളരെ സങ്കടമായി. ഇനി എന്തോ ചെയ്യാനാ. ഉടനെ കോട്ടയത്ത് എൻ്റെ ഫാദറിന് ചില ഇൻഫ്ലുവൻസൊക്കെ ഉണ്ട്. പിന്നെ ബിഷപ്പിൻ്റെ അടുത്ത് അന്ന് നമ്മുടെ MM ജോൺ ബിഷപ്പായിരുന്നു ബിഷപ്പ്. അന്ന് അച്ചാനുമായിട്ട് വളരെ ക്ലോസ് റിലേഷൻഷിപ്പുണ്ട്. പിന്നെ ബിഷപ്പ് പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞൊരു എഴുത്തൊക്കെ എനിക്ക് ഒരു റെക്കമെൻഡേഷൻ എഴുത്തും അദ്ദേഹത്തിൻ്റെ ഒരു കസിൻ ചെന്നൈയിലെ പാരി ഈ മുട്ടായി കമ്പനിയുടെ ഒരു MD ആണ്, മാനേജിങ് ഡയറക്ടർ. അദ്ദേഹത്തിനും ഒരു എഴുത്ത് എഴുതി, ഇങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്, എന്തെങ്കിലും കൗൺസിലേറ്റിൽ വല്ല ഇത് റെക്കമെൻഡേഷൻ കൊടുക്കാനോ പറ്റുമെങ്കിൽ ചെയ്യേ എന്ന് പറഞ്ഞുകൊണ്ട് എഴുത്ത്. അങ്ങനെ എന്നെ രണ്ടാമതും ഇൻ്റർവ്യൂവിന് വിളിച്ചു. ദൈവകൃപയാൽ അന്നത്തെ റിയാക്ഷനും ആദ്യത്തേതും വെച്ച് നോക്കുവാണെങ്കിൽ വളരെ ഫേവറബിളായിട്ട് എനിക്ക് തോന്നി. എനിക്കും ഒരു കോൺഫിഡൻസ് കൂടി. അങ്ങനെ ആ സമയത്ത് രണ്ടാമത്തെ പോക്കിൽ എനിക്ക് എൻ്റെ വിസ അപ്രൂവ് ചെയ്ത് കിട്ടി. സ്റ്റുഡൻറ്റ് വിസയൊക്കെ സീലടിച്ച് തന്നു. അതും കൊണ്ട് അന്നത്തെ വരുന്നവർക്കെല്ലാവർക്കും ഒരു ചെസ്റ്റ് എക്സ്റേ എടുക്കണം. ഈ കോൺസുലേറ്റ് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന അസൈൻ ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി
അവർ എക്സാമിൻ ചെയ്ത് അവർ സർട്ടിഫൈ ചെയ്തിരിക്കുന്ന റേഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി എടുക്കണം. അങ്ങനെ ചെന്നൈയിൽ അതിനുള്ള ഒരു ഇതിൽ പോയി എടുത്തുകൊണ്ട് വന്നു. അതിൻ്റെ വലിയൊരു എൻവലപ്പുണ്ട്, അതും കൊണ്ട് വേണം, അത് നമുക്ക് തുറക്കാനും പറ്റുകയില്ല, ഒന്നുമില്ല. അത് ഇവിടെ വന്നിറങ്ങിക്കഴിയുമ്പോൾ മാത്രമേ അത് അവർക്ക് മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 1970 ജാനുവരി 18 ന്യൂയോർക്ക് കെന്നഡി JFK എയർപോർട്ടിൽ വന്ന് മുട്ടറ്റം സ്നോയ്ക്ക് അകത്ത് വന്ന് ലാൻഡ് ചെയ്തു. അത് എൻ്റെ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനും കൂടിയാണ് അന്ന് എയർപോർട്ടിൽ വന്നത്. കൂട്ടുകാരൻ്റെ കാറിൽ അത് ആദ്യമായിട്ട് ഞാൻ സ്നോ കാണുന്നത് അന്നാണ്. അത് മാത്രമല്ല, ആ സ്നോയിൽ കാറ് തള്ളിയതും അന്നാണ് ആദ്യമായിട്ട്. അങ്ങനെ പല പല എക്സ്പീരിയൻസ് ജീവിതത്തിൽ അന്നുണ്ടായി. ആദ്യമായിട്ട് വന്ന് ലാൻഡ് ചെയ്തപ്പോൾ സ്നോ കാണാനും സ്നോയിൽ കൂടെ കാറ് തള്ളാനും സാധിച്ചു. അങ്ങനെ ആണ് എൻ്റെ അമേരിക്കൻ ജീവിതം തുടങ്ങുന്നത് തന്നെ. ജോലി കണ്ടുപിടിച്ച് അതിൽ നിന്നുള്ള ഇൻകത്തിൽ നിന്ന് വേണമല്ലോ എല്ലാം കൊടുക്കാനും, റെൻറ്റ്, ഫീസ്, മറ്റുള്ള എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്യണം. അതിന് തക്കായിട്ടുള്ള ജോലിക്ക് ചാൻസ് വളരെ കുറവുമാണ്. പ്രത്യേകിച്ചും ഗവൺമെൻറ് റെഗുലേഷൻ അനുസരിച്ച് സ്റ്റുഡൻസിനെ ഫുൾ ടൈം ജോലി ചെയ്യാനുള്ള അനുവാദവുമില്ല. പക്ഷേ അവിടെ ഇവിടെയൊക്കെ ചില ജോലികളൊക്കെ ചെയ്യാൻ ഒക്കെ സാധിച്ചു. ദൈവം സഹായിച്ച് പലരും അതിനുള്ള സോഴ്സൊക്കെ കാണിച്ചു തന്നു. ഫോർ എക്സാമ്പിൾ, ഈവൻ ബർഗർ കിങ്ങിൽ പോയി വീക്കെൻഡ്സിലും മറ്റുള്ള ഓഫ് ഡേയ്സിലും ഒക്കെ പോയി ചെയ്യാനും, പിന്നെ സ്ഥിരമായിട്ട് ഒരു ഇലക്ട്രോണിക്സ് അസംബ്ലി കമ്പനിയിൽ ഫ്യൂ അവേഴ്സ് എവരി അതർ ഡേ ജോലി ചെയ്യാനും ഒക്കെ എനിക്ക് സാധിച്ചു. അങ്ങനെ മീറ്റ് ഉള്ള എക്സ്പെൻസൊക്കെ മീറ്റ് ചെയ്യാൻ സാധിച്ചു. ദൈവം സഹായിച്ച് അവിടെയും എനിക്ക് പല മലയാളി ഫ്രണ്ട്സിനെ പരിചയപ്പെടാനും അവരുമായിട്ടുള്ള സഹകരണം, വീക്കെൻഡ്സിലൊക്കെ അവിടെ പോവുകയും അങ്ങനെ ഒരു ഹോം സിക്ക് എന്നുള്ളൊരു ഫീലിംഗ് ഇല്ലാതെ മുമ്പോട്ട് പോകാൻ സാധിച്ചു. ഒക്കേഷണലി I used to go to Princeton and go to different churches with my brother. He used to travel to different churches during Sundays to preach. So that was a good experience to learn about this culture in the beginning of my life in United States. പിന്നെ ഞാൻ എൻ്റെ ഫ്യൂച്ചർ വൈഫിനെ മീറ്റ് ചെയ്യുന്നത്
എൻ്റെ ഒരു മ്യൂച്വൽ ഫ്രണ്ട് മുഖാന്തരമാണ്. പുള്ളിക്കാരി 1971 ഇവിടെ ഒരു എക്സ്ചേഞ്ച് നേഴ്സായിട്ട് വന്നു. മോളി മേരി എബ്രഹാം. ഷീ ഈസ് ഫ്രം കാനം, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ്. കോട്ടയം ഓക്കെ കോട്ടയം ഡിസ്ട്രിക്റ്റ് ഇതിലാണ് കാനം. അങ്ങനെ പരിചയപ്പെടാൻ സാധിച്ചു. ഞങ്ങൾ വർത്തമാനം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ചില മ്യൂച്വൽ ഫ്രണ്ട്സ് ബാക്ക് ഹോം, പുള്ളിക്കാരിയുടെ ഒരു അങ്കിള്, എൻ്റെ ബ്രദറും അവരൊന്നിച്ച് നമ്മുടെ യൂത്ത് മൂവ്മെൻറ്റിൽ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലരെയും അറിയാം. അങ്ങനെ ഒരു സ്പെഷ്യൽ കണക്ഷനും ഉണ്ടായി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും തന്നെ ഈ സംഗതികൾ വീട്ടിലോട്ട് എഴുതുകയും വീട്ടിൽ വേണ്ട വിധത്തിലുള്ള ആലോചനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുകയും അത് ഒരു സൂട്ടബിൾ യൂണിയനാണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ 1973 ഡിസംബർ നാട്ടിൽ പോയി വിവാഹം കഴിക്കുകയും ചെയ്തു. ആദ്യകാല ജീവിതം, പ്രത്യേകിച്ചും എൻ്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടിയായിരുന്നു എൻ്റെ പഠിത്തം. എൻ്റെ MBAക്കുള്ള പഠിത്തം ഞാൻ മാനേജ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ സമയത്തെല്ലാം ദൈവം എന്നെ വളരെ അതിശയകരമായിട്ട് തന്നെ മുമ്പോട്ട് പോകാൻ സഹായിച്ചു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാനതിനെ എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. പല വാതിലുകളും എനിക്ക് തുറന്നു തന്നിട്ടുണ്ട്. അതിൽ ഞാൻ എന്നും താങ്ക്ഫുള്ളാണ്. വിവാഹത്തിന് ശേഷം അങ്ങനെ പള്ളിയുമായിട്ടൊന്നും ഞങ്ങൾക്ക് അങ്ങനെ വലിയ ബന്ധമില്ലായിരുന്നു. ഉള്ളത് ജേക്കബൈറ്റ്, ഈ കനാനായ ജേക്കബൈറ്റിലുള്ള 2-3 ഫ്രണ്ട്സായിരുന്നു എനിക്ക് കൂടുതലുണ്ടായിരുന്നത്. ആ സഭയിലുള്ള ഒരു അച്ഛൻ, അദ്ദേഹം കാലം ചെയ്തു പോയി. ആ അച്ഛൻ മുഖാന്തരം അവരുടെ പള്ളിയിൽ വല്ലപ്പോഴും പോകുമായിരുന്നു. അതൊരു ചെറിയൊരു ഗ്രൂപ്പായിരുന്നു. അങ്ങനെയുള്ള ഒരു ഇതേ ഉള്ളായിരുന്നു എനിക്ക്. മൊത്തം NCSI ഒരു കോൺഗ്രിഗേഷൻ ന്യൂയോർക്കിലുണ്ടായിരുന്നു. പക്ഷേ അവിടെ വരെ പോവുകയോ, അന്ന് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി, അതിനെ കൊണ്ട് പോകുന്നതൊക്കെ ഒരു വിഷമമായിട്ട് ഞങ്ങൾക്ക് തോന്നിയതുകൊണ്ട് അങ്ങനെ അതിനകത്തൊന്നും അങ്ങനെ പോയില്ല. അങ്ങനെ ഒരു ഇൻവോൾവ്മെൻ്റ് ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു വർഷം ആയപ്പോഴത്തേക്ക് ഒരു കുഞ്ഞുണ്ടായപ്പോഴത്തേക്ക് അതിൻ്റെയും എക്സ്പെൻസൊക്കെ കൂടി. ആ സമയത്ത് എൻ്റെ ജോലി സംബന്ധിച്ചും ചില പ്രശ്നങ്ങളുണ്ടായി. ഒരു തക്കതായ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇൻകം ഉള്ള ഒരു നല്ലൊരു ജോലി കിട്ടാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി. ആ സമയത്തും എൻ്റെ ഒരു ഫ്രണ്ട്, അദ്ദേഹം ഒരു കമ്പനിയിലെ എൻജിനീയറായിരുന്നു. അദ്ദേഹം ഈയിടെ കാലം ചെയ്തു, പോയി. അദ്ദേഹം ലേറ്റർ ഓൺ ഒരു ഓർത്തഡോക്സ് സഭയിലെ ഒരു അച്ഛനായിട്ട് മാറി. അദ്ദേഹം എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ട് ആ കമ്പനിയിലൊരു ജോലി വെച്ച് തന്നു. അതുകൊണ്ട് വിഷമമില്ലാതെ മുമ്പോട്ട് പോകാൻ സാധിച്ചു. ആ സമയത്താണ് പുള്ളിക്കാരിക്ക് വളരെ
മുമ്പോട്ട് പോകണമെന്നുള്ള വളരെ ആഗ്രഹമുണ്ട്. കൂടുതൽ പഠിക്കണം എന്നുള്ള ചെറുപ്പം ആദ്യം മുതലേ കൂടുതൽ പഠിക്കണം ഉള്ള ഒരു ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എം എ ഇൻ ടീച്ചിങ്ങിനൊരു അഡ്മിഷൻ പുള്ളിക്കാരിക്ക് കൊളംബിയ യൂണിവേഴ്സിറ്റിക്ക് കിട്ടി. പിന്നെ കൊളംബിയ അവിടെ പോകുന്നതിന് വേണ്ടി ഒരു ശ്രമം, കുഞ്ഞിനെയും കൊണ്ട് രണ്ടും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഞങ്ങൾ ആദ്യം മോനെ നാട്ടിൽ കുറേ നാളത്തേക്ക് വിട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ ന്യൂജേഴ്സിയിൽ നിന്ന് ന്യൂയോർക്ക് മൻഹാറ്റനിലേക്ക് മൂവ് ചെയ്തു. 96 സ്ട്രീറ്റിലെ മൗണ്ട് സൈനായി ഹോസ്പിറ്റലിൻ്റെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഞങ്ങളന്ന് ജീവിച്ചത്. മൗണ്ട് സൈനായി ഹോസ്പിറ്റലിൽ പുള്ളിക്കാരിക്ക് ഒരു ജോലി കിട്ടി. അതേസമയം കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പഠിത്തവും തുടങ്ങി. ഞാൻ എന്നും ന്യൂജേഴ്സിയിൽ വന്ന് ജോലി ചെയ്യും. ലിങ്കൻ ടണലിൽ കൂടെ എന്നും ടോളൊക്കെ കൊടുത്ത് വരുന്ന ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള യാത്ര വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാലും വിൻ്റർ കാലത്ത് സ്നോയും അതും വളരെ വിഷമമുണ്ട്. എന്നാലും മുമ്പോട്ട് പോകണമല്ലോ, നമുക്ക് ജീവിതമല്ലേ നമ്മുടെ ഒരു പ്രശ്നം. ആ വിധത്തിലെല്ലാം ദൈവം മുമ്പോട്ട് നടത്തി എന്നുള്ളതാണ് വലിയൊരു ഇപ്പോഴും മുമ്പോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ ഇതുണ്ട്. കുഞ്ഞിനെ ആണെങ്കിൽ നാട്ടിൽ വിട്ടിരിക്കുകയാണ്. അത് എല്ലാം ഒരു എയിം ഉണ്ട്, ജീവിതം ഉണ്ടല്ലോ, അതിനു വേണ്ടി മാത്രം ഒരു സാക്രിഫൈസ് എടുത്തു. ഒരു വർഷം പോലും ആകുന്നതിന് മുമ്പേ അവനെ ഞങ്ങൾ തിരികെ കൊണ്ടുവന്നു. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങളെ തിരികെ കൊണ്ടുവന്നു. അങ്ങനെ ന്യൂയോർക്കിലെ ഇത് അവിടെയും ഒരു കോൺഗ്രിഗേഷൻ ഉണ്ടായിരുന്നു. വല്ലപ്പോഴും അവിടെ പോകുമായിരുന്നു. മാർത്തോമ ആൻഡ് CSI ഒരു കോൺഗ്രിഗേഷൻ. ഇപ്പോഴത്തെ റിട്ടയർഡ് ചെയ്തിരിക്കുന്ന ബിഷപ്പ് തോമസ് സാമുവൽ അന്ന് അച്ഛനായിരുന്നു. അച്ഛൻ, ഞാൻ ഓർക്കുന്നു, അച്ഛൻ അവിടുത്തെ വികാരിയായിരുന്നു. അപ്പോൾ അവിടെ അറ്റൻഡ് ചെയ്യുന്നതും ഒക്കെ ഞാൻ ഇപ്പം ഓർക്കുന്നുണ്ട്. ഞാൻ വലുതായിട്ടൊന്നും ഇൻവോൾവ് ഒന്നും അല്ലായിരുന്നു. പക്ഷേ അച്ഛൻ എന്നെ അറിയാം, എൻ്റെ ബ്രദറിനെയും ഒക്കെ അറിയാം. അതുകൊണ്ട് ഞങ്ങളൊരു കോട്ടയത്താകുമ്പോഴത്തേക്ക് കൂടുതലും ഈ CSIയിലെ അച്ഛന്മാരെയും അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാവർക്കും അറിയാം. എൻ്റെ ഫാദറിനെയും എൻ്റെ ബ്രദറിനെയും ഒക്കെ അറിയാം. അവരുടെ സഹോദരനായതുകൊണ്ട് മിക്കവാറും എല്ലാവർക്കും അറിയാമായിരുന്നു. പിന്നെ ഈ അച്ഛനും മിക്കവാറും വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പള്ളി വരണം, ഇതാന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ മുമ്പോട്ട് പോകും. അതായിരുന്നു ഞങ്ങളുടെ ന്യൂയോർക്കിലെ ജീവിതം. അതൊരു ടെമ്പററി ആയിട്ടാണ് ഞങ്ങൾ കൺസിഡർ ചെയ്തിരുന്നത്. അതായത് ഈ സ്നോയിലും ഒക്കെ വൈഫിന് ആരോഗ്യപരമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം പഠിത്തം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മാറണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കുഞ്ഞിനെയും കൊണ്ട് നഴ്സറിയിലും ഒക്കെ പോകാനും വളരെ, പിന്നെ അവിടുത്തെ ഇത്രയും ക്രൈം ഒന്നും അന്ന് ഇല്ലായിരുന്നെങ്കിലും ഇപ്പോഴും മനസ്സിൽ വലിയൊരു പേടിയുണ്ടായിരുന്നു. എപ്പോഴാണ് മഗ് ചെയ്യുന്നതെന്നും ഇത് ചെയ്യുന്നതൊക്കെ. എനിക്കാണെങ്കിൽ എൻ്റെ ജോലി ഷിഫ്റ്റ് ഒന്ന് മാറി. എനിക്കൊരു ഈവനിങ് ഷിഫ്റ്റ് അവർ അസൈൻ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഉച്ച കഴിഞ്ഞ് പോവുകയും രാത്രി തിരികെ വരുന്നു. രാത്രി തിരികെ വരുന്നു. നമുക്കറിയാമല്ലോ, മൻഹാറ്റനിലെ ആ സ്ട്രീറ്റിൽ കൂടെ ഒക്കെ വരുമ്പോഴത്തേക്ക് വളരെ നമുക്ക് പറയാൻ പോലും മേലാത്ത വിധത്തിലുള്ള ഓരോ സീനൊക്കെയാണ്. നമ്മളിങ്ങനെ കണ്ണടക്കാനും മേല ഡ്രൈവ് ചെയ്യുകയും വേണം. അങ്ങനെ ഇന്ന്
പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങനെ പോരാനുള്ള 42nd സ്ട്രീറ്റും അങ്ങനത്തെ ഉള്ള ഇതിൽ കൂടെ വേണം ഇങ്ങോട്ട് അങ്ങ് കാർ ഓടിച്ച് പോരാൻ. എന്നാലും ദൈവം വളരെ അതിശയകരമായിട്ട് നമ്മളെ കരുതി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ കഴിച്ചുകൂട്ടി പഠിത്തം കഴിഞ്ഞിട്ട് ആണ് ടെക്സസിലേക്ക് മൂവ് ചെയ്യാം. ആദ്യം ഡാളസിന് പോയാൽ എന്താ എന്ന് ഓർത്തു. പിന്നെ ഞങ്ങളുടെ 1-2 ഫ്രണ്ട്സ് ഹ്യൂസ്റ്റൺ ഏരിയയിലേക്ക് നേരത്തെ പോയി. അവരുടെ നല്ല റിപ്പോർട്ട് ഹ്യൂസ്റ്റനെ പറ്റി കേട്ടു. ഇവിടുത്തെ വെതർ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ്, നമുക്ക് കൃഷിയൊക്കെ ചെയ്യാം, ഇതാ എന്നൊക്കെയുള്ള നല്ല ഒരു റിപ്പോർട്ട് കിട്ടിയപ്പോഴത്തേക്ക് ഹ്യൂസ്റ്റണിലേക്ക് മൂവ് ചെയ്യാൻ ഞങ്ങൾ വിചാരിച്ചു. അതുകൊണ്ട് അടുത്തത് എൻ്റെ ഹ്യൂസ്റ്റൺ ജീവിതം. ഓക്കെ, ഇനി മൈ ലൈഫ് ഇൻ ഹ്യൂസ്റ്റൺ. 1979 ഞങ്ങൾ ഹ്യൂസ്റ്റണിലേക്ക് ഒക്ടോബർ മാസം ഹ്യൂസ്റ്റണിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നിശ്ചയിച്ചു. അങ്ങനെ ഞങ്ങൾ ന്യൂയോർക്കിൽ നിന്ന് സാധനങ്ങളും എല്ലാം കൂടെ ഹ്യൂസ്റ്റണിലേക്ക് ആദ്യം ഞങ്ങൾ ഒരു സ്റ്റോറേജ് ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതായത് ഞങ്ങൾ ഇവിടെ ജീവിതം തുടങ്ങുന്നതിന് മുമ്പേ ഒരു 2 മാസത്തേക്ക് നാട്ടിൽ പോകാം എന്ന് നിശ്ചയിച്ചു. അങ്ങനെ എല്ലാം കൊണ്ട് സ്റ്റോറേജിലോട്ട് മാറ്റി. ഇനിയിവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2-3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ അവരെ ഒരു അപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിക്കാൻ ഏൽപ്പിച്ചു. അങ്ങനെ ഇവിടെ മിസൂറി സിറ്റി ഏരിയയിലെ ഫോണ്ടൻ എന്നുള്ള സ്ട്രീറ്റിൽ ആൻഡ് നമ്മുടെ സൗത്ത് മെയിൻ ആൻഡ് ഫോണ്ടൻ ആ ഏരിയയിലെ ഒരു അപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ വരുമ്പോഴത്തേക്ക് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. ഇവിടെ വന്ന് ചെന്ന് ആദ്യമേ എല്ലാം അപ്പാർട്ട്മെൻറ്റിലൊക്കെ മാറി. പക്ഷേ സ്റ്റോറേജുകാരുടെ സമയത്തിന് കൊണ്ട് ഫർണിച്ചർ ഡെലിവറി ചെയ്യാൻ കുറച്ച് സമയമെടുത്തു. അതിനുവേണ്ടി ആദ്യമായിട്ട് വന്ന ഈ സ്ഥലത്ത് എനിക്ക് വഴിയും അറിയത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പോയി നിർത്തേണ്ടി വന്നു. അതുപോലെ തന്നെ ഫോൺ കണക്ഷൻ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിസിറ്റി, ഇതിനു വേണ്ടിയെല്ലാം ഓടി നടന്ന് അതെല്ലാം ദൈവം സഹായിച്ച് എല്ലാം ശരിയാക്കി. എന്നാലും ഫർണിച്ചർ കൊണ്ട് ഡെലിവറി ചെയ്യുന്നതിനുള്ള വിഷമതയുണ്ടായിരുന്നു. അതുമെല്ലാം തരണം ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ ഹ്യൂസ്റ്റണിലെ ജീവിതം തുടങ്ങി. രജിസ്റ്റേർഡ് നേഴ്സ് ആയതുകൊണ്ട് എൻ്റെ വൈഫ് മോളിക്ക് ജോലിക്ക് യാതൊരു വിഷമവും വന്നില്ല. ആദ്യമേ VA ഹോസ്പിറ്റലിൽ ഒരു ജോലി കിട്ടി. പുള്ളിക്കാരി ടീച്ചിങ് ലെവലിലൊരു ജോലിയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഫോർ ദി ടൈം ബീയിങ് ഷീ ടുക്ക് ദി സ്റ്റാഫ് പൊസിഷൻ അറ്റ് VA ഹോസ്പിറ്റൽ. ഞങ്ങൾക്കൊരു കാറ് ന്യൂയോർക്കിൽ നിന്നുള്ള കാറാണ്. ന്യൂയോർക്കിലെ അന്നത്തെ കാറിനൊന്നും എയർ കണ്ടീഷൻ ഇല്ല. അത് ഞങ്ങൾ ഡ്രൈവ് ചെയ്താണ് ഇവിടെ വരെ വന്നത്. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്, എയർ കണ്ടീഷൻ ഇല്ലെങ്കിൽ ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റുകയില്ല. കാറ് കൊണ്ട് യാതൊരു രക്ഷയില്ല, എയർ കണ്ടീഷൻ കൊണ്ട് പറ്റുകയില്ല. അങ്ങനെ ഒരു വിഷമത. പുതിയൊരു കാറ് വാങ്ങിക്കാനുള്ള കാശ് നമ്മുടെ കയ്യിലില്ല താനും. അതിനുള്ള സാഹചര്യം അല്ല ഇപ്പോഴുള്ളത്.
അതുകൊണ്ട് അങ്ങനെ ഒരു ഇതുണ്ട്. എന്നാലും ഫോർ ദി ടൈം ബീയിങ് ഇങ്ങനെ പോയി. എനിക്കൊരു ജോലിയില്ല, ഞാൻ ജോലി നോക്കി ഇങ്ങനെ ശ്രമിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വീണ്ടും ഒരു ചില പ്രോബ്ലംസൊക്കെ ഉണ്ട്, എക്കണോമിക്കൽ പ്രോബ്ലംസൊക്കെ വന്നു. എന്നാൽ അതിനുമെല്ലാം ദൈവം ഞങ്ങളെ സഹായിച്ചു. പലരും ഫിനാൻഷ്യൽ ഇതൊക്കെ തന്നു, ലോണൊക്കെ തന്നു, ഒക്കെ ഹെൽപ്പ് ചെയ്തു. മീൻ വൈൽ എനിക്കും ഒരു ജോലി കിട്ടി. ഞാൻ പ്രതീക്ഷിച്ച ുള്ള ജോലിയല്ല എങ്കിലും ഫോർ ദി ടൈം ബീയിങ് ഇറ്റ് വാസ് ഓക്കെ. അതിൻ്റെ ബേസിസിൽ ഞങ്ങൾക്ക് ഒരു കാറും കൂടെ വാങ്ങിക്കാൻ പറ്റി. അതൊരു എയർ കണ്ടീഷൻ കാറാണ്. കുഞ്ഞിനെയും കൊണ്ട് നഴ്സറി കൊണ്ടുപോകാനും പിന്നെ ജോലിക്ക് പോകാനും ഒക്കെ അത് വളരെ പ്രയോജനപ്പെട്ടു. അങ്ങനെ 2 പേർക്കും ജോലി ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു സൗകര്യമുണ്ട്. ഈ സമയത്തെല്ലാം ഫിനാൻഷ്യൽ ബേർഡൻ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ഫാമിലിയെ ഹെൽപ്പ് ചെയ്യാൻ, അതായത് ബാക്ക് ഹോമിൽ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ 10 പേരാണ്. എൻ്റെ ഫാദർ ഒരു ടീച്ചറുമാണ്. അങ്ങനെ ഫിനാൻഷ്യലി ഞങ്ങൾ വലിയ പണക്കാരൊന്നും അല്ലാതെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. വളരെ ആവശ്യമുണ്ട്. 3 പെൺപിള്ളേരെ കെട്ടിച്ചയക്കണം. പിന്നെ അച്ചായൻ ഇങ്ങനെ ചർച്ചിൻ്റെ വകയായിട്ടുള്ള വീടുകളിലൊക്കെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അതിന് സ്വന്തമായിട്ടൊരു വീടില്ല. അങ്ങനെ പല പല ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ബേർഡനും ഉണ്ടായിരുന്നു. അത് വീട്ടിലോട്ട് വല്ലതും അയക്കണം, അവിടുത്തെ ആവശ്യങ്ങൾക്കും നമ്മുടെ ഒരു സഹായം ചെയ്തു കൊടുക്കണം. അതൊരു നാച്ചുറലായിട്ടുള്ളൊരിത്. അന്നത്തെ കാലത്ത് അതായിരുന്നു വലിയൊരു ഇത്. ഇന്നത്തെ വരുന്നവർക്കൊന്നും അതൊരു ബേഡനായിട്ട് ഉണ്ടോ എന്ന് എനിക്കറിയുകയില്ല, എനിക്കത് കാണുകയില്ല എന്ന് എനിക്കെൻ്റെ തോന്നുന്നു. പക്ഷേ അന്ന് അതൊരു എല്ലാവർക്കും ഉള്ള ഒരു ഇതായിരുന്നു. നമുക്ക് വീട്ടിലോട്ട് എന്തെങ്കിലും അയച്ചു കൊടുക്കണം, അവിടുത്തെ പെൺപിള്ളേരെ കെട്ടിക്കാനുള്ള ഹെൽപ്പ് വേണം, വീട് പണിയാനും ഹെൽപ്പ് കൊടുക്കുക, അങ്ങനെയുള്ള ഇത് എനിക്കും ഉണ്ടായിരുന്നു. സോ അതിനുള്ള ഹെൽപ്പ് ചെയ്യാനുള്ള ഭാരവും ഞങ്ങളുടെ തലയിലുണ്ടായിരുന്നു. അതിനും അത് ചുരുക്കം ചില ആയിട്ട് ഞങ്ങൾ ചെയ്തു എന്നുള്ളതിൻ്റെ സാറ്റിസ്ഫാക്ഷനുണ്ട്. അതിനും ദൈവം ഞങ്ങൾക്ക് സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയി. മീൻ വൈൽ ഞങ്ങൾക്കും ഇവിടെ 1 വർഷത്തിനകം ഒരു മിസൂറി സിറ്റിയിലെ കോയിൽ ഗ്രീൻ വെസ്റ്റ് സ്ട്രീറ്റിലെ ഒരു ചെറിയൊരു വീട് വാങ്ങിക്കാൻ സാധിച്ചു. ഈ സമയത്താണ് എൻ്റെ ചില ഫ്രണ്ട്സ് പറഞ്ഞു, ഇവിടെ ഒരു കോൺഗ്രിഗേഷനുണ്ട്, നമ്മുടെ ജേക്കബ് ജോർജ് അച്ഛൻ, അന്ന് അച്ഛനായിട്ടില്ല, അദ്ദേഹം ലീഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഡാളസിൽ നിന്ന് ഒരച്ഛൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഷിക്കാഗോയിൽ നിന്നും ഒക്കെ ഒരച്ഛൻ വരുന്നുണ്ട്. നമ്മുടെ ലേറ്റ് ഡോക്ടർ KS ജോർജ് അച്ഛനെ അങ്ങനെ മുമ്പോട്ട് ഒരു ഗ്രൂപ്പുണ്ട്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, നമ്മുടെ മരിച്ചുപോയ ജോൺ, നമ്മുടെ ജോയ് മൈലക്കൻ, മാത്യു എബ്രഹാം, അങ്ങനെ പലരും എന്നെ എൻകറേജ് ചെയ്തു, നീ പള്ളിയിൽ വരണം, ഇത് ചെയ്യണം. അങ്ങനെ 1981 തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ അച്ഛനെ പോയി പരിചയപ്പെട്ടു, അച്ഛൻ്റെ ഗ്രൂപ്പിൽ ഇങ്ങനെ പോകാൻ. പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ വലുതായിട്ടൊന്നും ഇൻവോൾവ് അല്ലായിരുന്നു. പോയി ഇരിക്കും, ഞാൻ പലരെയും അങ്ങനെയാണ് നമ്മുടെ കുര്യൻ തമ്പി ജേക്കബ്, അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരെ, പിന്നെ അങ്ങനെ അവരെ കോട്ടയം മുതലേ അറിയാവുന്ന ഇതാണ്. ഞങ്ങൾ കോട്ടയത്ത് തൊട്ടടുത്തായിരുന്നു അവർ, കണിയാങ്കുളം ഫാമിലി. വളരെ
അടുത്തറിയുന്ന അവരെ ഇവിടെ വെച്ച് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ഇപ്പോഴും അവർ ഞങ്ങളുടെ പള്ളി ഈ മെമ്പേഴ്സാണ്. അവർ 3 പേരുടെ സ്നേഹബന്ധം ഇപ്പോഴുമുണ്ട്. അവരെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് വീണ്ടും അവരുടെ കൂടെ ആരാധനയ്ക്ക് പോകാനുള്ള ഒരു 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 ഉത്സാഹം ഉണ്ടായി. അങ്ങനെ വീണ്ടും അവിടെ പോയി. അങ്ങനെയാണ് CSI കോൺഗ്രിഗേഷനുമായിട്ട് ഞാൻ കൂടുതലും ഇതാകുന്നത്. പക്ഷേ അങ്ങനെ ഇൻവോൾവ് ആയിട്ടില്ല. പിന്നാണ് ഇങ്ങനെ പള്ളി ഓരോരോ പ്രശ്നങ്ങളും അതുമായിട്ട് വന്നാണ് 1988 ഒക്കെ ആകുമ്പോഴാണ് ഇപ്പോഴത്തെ നമ്മുടെ സെൻറ്റ് തോമസ് CSI ചർച്ച് ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ ഫോം ചെയ്യുന്നത്. ആ സമയത്താണ് ഞാനും എൻ്റെ ഭാര്യ മേരി എബ്രഹാം ഞങ്ങൾ 2 പേരും ഈ പള്ളിയുടെ ഫോർമേഷനും അതിനൊരു പുതിയൊരു ഫെസിലിറ്റി കണ്ടുപിടിക്കാനും ഒക്കെ വളരെ ഉത്സാഹത്തോടുകൂടി ശ്രമം ആരംഭിച്ചത്. സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. എൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള ഒരു ചേഞ്ച് ഈ സമയത്ത് വരേണ്ടി വന്നു. എൻ്റെ അസൈൻമെൻറ്റ് ഡെൽറിയോ എന്നുള്ള ഒരു സ്ഥലം, അത് മെക്സിക്കൻ ബോർഡറാണ്, പലർക്കും അറിയാം. ഇവിടുന്ന് വളരെ ദൂരമുള്ള ഒരു സ്ഥലത്ത് അവിടത്തേക്കുള്ള ഒരു അസൈൻമെൻറ്റ് എനിക്ക് കിട്ടി. അപ്പോൾ മോനും തന്നെ ഇവിടെ വെച്ചിട്ട് ഞാൻ കമ്പനിക്കാരെന്നെ അവിടേക്ക് വിട്ടു. എൻ്റെ എല്ലാ എക്സ്പെൻസ് എല്ലാം അവർ മീറ്റ് ചെയ്യും. ഇവിടുന്ന് ഡെൽറിയോ വരെ, ഇവിടുന്ന് ഹോബി എയർപോർട്ടിൽ നിന്ന് സാൻ അന്റോണിയോ വരെ പ്ലെയിനിൽ പോകാം. രാവിലെ മൺഡേ മോർണിംഗിൽ പോകും. അവിടുന്ന് കാറ് ഉണ്ട്, അവിടുന്ന് കമ്പനിയുടെ കാറുണ്ട്. അതേൽ ആണ് ഡെൽറിയോ വരെ പോകണം. അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് അവിടെ പോകും. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ ചെല്ലും. അങ്ങനെ ആയിരുന്നു. പിന്നെ അവിടെ അവർ അക്കോമഡേഷനൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ് കുറേ നാൾ ജോലി ചെയ്തിരുന്നത്. വല്ലപ്പോഴും ബോർഡർ കടന്ന് പോകും. അവിടെയാണ് ഫാക്ടറി അവർ ഉണ്ടാക്കുന്നത്. വലിയ ഈ കേബിൾ, ഈ ഇലക്ട്രോണിക്സ് ഇതിന് വേണ്ടിയുള്ള കേബിളൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറി അവിടെയാണ്. അതായത് ലേബർ വളരെ ചീപ്പ് ലേബർ ആയതുകൊണ്ട് അവിടെ ചെയ്യണം. എൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ അക്കൗണ്ടൻറ്റിൻ്റെ സെക്ഷൻ ആയതുകൊണ്ട് അത് വരുന്നത് എക്സ്പോർട്ട് ചെയ്യുന്നത് എല്ലാം ഇൻസ്പെക്ട് ചെയ്തിട്ട് അതിൻ്റെ ബില്ലിങ്ങൊക്കെ വെച്ച് ബാങ്കിൽ നിന്നുള്ള പണം ആ ബില്ലിനെ ബേസ് ചെയ്ത് അഡ്വാൻസ് ചെയ്യും. അതെല്ലാം ശരിയാക്കണം. അത് സർട്ടിഫൈ ചെയ്ത് കൊടുക്കണം. ഒരു ദിവസം ഇത്ര ഡോളറിൻ്റെ വെർത്ത് ഓഫ് മെറ്റീരിയൽ വി ഹാവ് സ്പെൻഡ് എന്നുള്ളത് സർട്ടിഫൈ ചെയ്യണം. അങ്ങനെ അതിൻ്റെ ബേസിലാണ് ബാങ്ക് കാശ് തരും. അങ്ങനത്തെയുള്ള ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നു. അവിടെ ഏകദേശം ഒരു 1.5 ഇയേഴ്സ് ഇങ്ങനെ ജോലി ചെയ്യേണ്ടി വന്നു. എനിക്കിങ്ങനെ പള്ളിയുടെ കാര്യത്തിലും ഒന്നും എനിക്ക് ശ്രദ്ധിക്കാനൊന്നും ഇതായിട്ട് വന്നിട്ടില്ല. മീൻവൈൽ അവിടുത്തെ ഈ ഹോട്ടലിലെ ഭക്ഷണമോ എന്തോ ആണോ എനിക്ക് വലുതായിട്ടൊരു ശാരീരികമായിട്ടുള്ള ഒരു പ്രോബ്ലം ഡെവലപ്പ് ചെയ്തു. എൻ്റെ ഒരു വശം തന്നെ അങ്ങ് തളർന്നു പോകുന്ന പോലെ ഒരിത് വന്നു.
So we decided to quit that job and came back. അങ്ങനെ ഒരു ജീവിതത്തിലൊരു വലിയൊരു ഇതുണ്ടായി. അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഇപ്പോഴും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അതായത് വല്ലപ്പോഴും ഈ ഫ്ലൂവും അതും ഇതുമൊക്കെ ഉണ്ടാകുമ്പോൾ ഏതോ ഒരു വൈറസ് പോലെ ഏതാണ്ട് എൻ്റെ ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു സംശയം. സോ അത് എൻ്റെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ തിരിയാൻ വന്ന് വീണ്ടും വേറെ ഒരു ഈ കമ്പനി തന്നെ എനിക്ക് വേറൊരു അസൈൻമെൻറ്റും ഒക്കെ വന്നു. പിന്നെയാണ് ഒരു എക്കണോമിക്കൽ ഒരു ഡിസാസ്റ്റർ ഇവിടെയും വന്നു. പല വീടുകളൊക്കെ ഫോർക്ലോസ് ചെയ്യുകയും അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നിട്ട് എനിക്കും എൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള ഒരു ലേ ഓഫ് വന്ന് എനിക്ക് ജോലിയില്ലാതായിട്ട് വന്നു. മീൻ വയൽ ഞങ്ങൾ കോയിൽ വാലിയിലെ ബിഗിനേഴ്സ് ഹോം വിറ്റ് കഴിഞ്ഞിട്ട് വേറെ ഒരു മിസൂറി സിറ്റി ലേക്ക് ഒളിമ്പിയയിലോട്ട് മാറി. ഫാമർ പ്ലാന്റേഷൻ സ്കൂളിനടുത്ത് ഒരു വീട് വാങ്ങിച്ച്, കുറച്ചുകൂടെ വലിയ വീട് വാങ്ങിച്ച് അവിടെ താമസിക്കുന്ന സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത്. ആ സമയത്തായിരുന്നു ഞാൻ ഇങ്ങനെ ഈ പള്ളിയുടെ സെക്രട്ടറി ആയിട്ട് തന്നെ വന്ന് ഇതിനൊരു ഇനീഷ്യേറ്റീവ് എടുക്കണം, നമുക്ക് ഈ പള്ളിയുടെ പുതിയ ഒരു ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അങ്ങനെയാണ് 1988 സെൻറ്റ് തോമസ് CSI ചർച്ച് ഓഫ് ഹ്യൂസ്റ്റൺ ഫോം ചെയ്തത്. അന്ന് മുതൽ ഞങ്ങൾ രണ്ടുപേരും പല കപ്പാസിറ്റിയിൽ, പ്രത്യേകിച്ച് ഞാൻ വൈസ് പ്രസിഡൻ്റായിട്ടും സെക്രട്ടറി ആയിട്ടും ഒക്കെ ഇതിന് വേണ്ടി ഇതിൻ്റെ പുറകിൽ സഹിക്കുന്നു. എല്ലാവർക്കും അറിയാം, വളരെ പ്രാരാബ്ധമുള്ള അതും വളരെ എഫർട്ട് കൊടുത്ത് ഫോം ചെയ്ത ഒരു ചർച്ചാണ് സെൻറ്റ് തോമസ് CSI ചർച്ച് ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ. ഞങ്ങൾ 22 ഫാമിലികൾ കൂടിയാണ് ആദ്യത്തെ ചർച്ച് അൽമേഡ സ്കൂൾ റോഡിൽ വാങ്ങിച്ചത്. അതിന് ഒരു വളരെ ഓൾഡായ ഒരു ബിൽഡിംഗ് ആയിരുന്നു. അത് വാങ്ങിക്കരുതെന്ന് ഒരു കൺസൾട്ടൻസ് ആൻഡ് ഹീ ടോൾഡ് us don't buy, this is not going to last. But we decided to buy that in spite of his recommendation. Thank God we did that, and it stood this long in spite of all those flood and all those calamities. But we did lot of repair work, lot of remodeling, and praise God, we at those days we didn't go outside looking for contractors and all. It's all done by our own members who are capable of doing stuff and they were willing to do in their spare time and during weekends. Even ladies, they designed the kitchen and bathroom wallpaper and floor, and everything was done by the members. Nowadays we cannot imagine all those things because members are busy with their own. So the members did lot of work to renovate that building. For example, the two individuals did all the painting of this sanctuary. Unfortunately, they are not here. They were called by the Lord. I can mention their name: Jimmy, Varghese Jacob, his official name, and Vavachan, Timothy Samuel. Both of them spend money to paint all the old building, all the sanctuary, and also the altar. That altar, the railing
you'll see the railing, so beautiful. It was done by one person in his garage. He is not with us. He is still alive, and he left our congregation and joined a different congregation. His name is Mr. Thomas P. Thomas, Joey. I always remember Joey when I go kneel to have a Lord's Supper. He was a very dedicated, hard-working person, and all the stained glass in that altar was done by one. നമ്മുടെ കാറ്റുണ്ടോ? That's okay. In 1999, we built the fellowship hall, replacing the original fellowship area and classrooms. The official capacity of the church is 200 seats. As the church members grew, we bought a 5-acre land at 16520 Chimney Rock, Houston in 2016. Under the leadership of Reverend Alpha Varghese Joseph and the church committee, we have decided to build a new church to accommodate the growing church members. Achan has started a donation and pledge drive in order to fulfill our goal. We have started the first lottery under his initiative, and it was a great success. The net collection out of that first effort was $110,000. The new church building project was started in 2020 under the leadership of the young generation and the members, and Reverend William Abraham Achan, who came after Reverend Alpha Varghese Achan, took initiative to design the new church according to the wishes and opinion of the members, different auxiliary societies, enough classrooms for Sunday school, women's fellowship, choir and youth, and it is going to be dedicated in September 2023. May the God Almighty will bless us to have a new house of worship for this congregation. I thank God at this time we grew from 22 families in 1988 to the present 150 members.
And it is because the blessing of the God Almighty we are able to do this. All glory and blessing to the God Almighty. Thank you for listening my testimony. Thank you.